ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 2 സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. കാരണം കൊറോണ ആയതുകൊണ്ട് ഒമാനിലൊന്നും കുട്ടികളെ അലൗഡ് അല്ലായിരുന്നു എവിടെയും. അതായത് ഷോപ്പിംഗ് മാളിലോ ഹോട്ടലിലോ എവിടെയോ അലൗഡ് അല്ലായിരുന്നു കുട്ടികളെ. അപ്പോൾ ഇപ്പോൾ അലൗഡാണ്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് പുറത്തിറങ്ങും. 2 സ്ഥലങ്ങളിലാണ് പോകുന്നത്. 2ഉം വാദിയാട്ടോ. നല്ല രസമുള്ള മനോഹരമായ സ്ഥലങ്ങളേക്കാരം. അപ്പോൾ ഞങ്ങളിതുവരെ പോയിട്ടില്ല. അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളേക്കാരം ഇന്ന് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കണേ, അതൊരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഫാമിലി കൂടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റൊരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ എടുത്തതാ പോകുന്നുണ്ട്. ഈ ഷോപ്പിംഗ് മാൾ കണ്ടോ, ഇത് ഷിനാസ് മാൾ ആണ് ഇതിൻ്റെ പേര്. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് ഷിനാസ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ഷിനാസ് മാൾ എന്ന് ഇടാൻ കാരണം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. വേറൊരു കടയാണ്, നൂർ ഷിനാസ് ആണ് ഇതിന്റെ പേര് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങളൊന്ന് പെട്രോൾ പമ്പിൽ കയറി കേട്ടോ. അപ്പോൾ പെട്രോൾ പമ്പിൽ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഗ്രാൻഡ് മോസ്ക് ആണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഷിനാസ് പോലീസ് സ്റ്റേഷനാണ്. ഇത് പോകുന്ന വഴിയിലുള്ള കുറെ കാഴ്ചകളാട്ടോ.
അപ്പോൾ ആ കാണുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ? അത് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. പുതിയ പാർക്ക് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചുടാൻ വല്ല സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകാൻ തീരുമാനിച്ചത് വാദി ഹിബിയിലേക്കാണ് കേട്ടോ. മലകളെ കാണാനുള്ളൂ കേട്ടോ, എന്നാൽ നല്ല രസാട്ടോ. നമ്മൾ ഏകദേശം വാദി ഹിബിയിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വാദി ഹിബിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഒമാനിലുള്ള എല്ലാ ആളുകളും ഇങ്ങോട്ട് വരണം കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തി താഴോട്ട് നടക്കാൻ പോവുക കേട്ടോ. നിങ്ങളിവിടെ വണ്ടിയൊക്കെ നിർത്തി താഴോട്ട് നടക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കാണാൻ കഴിയും അവിടെയാണ് കേട്ടോ സ്ഥലം. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെൻഡ് ചെയ്യുന്ന ലൊക്കേഷൻ്റെ കുറച്ച് മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ മസ്ജിദ് കാണാൻ കഴിയും. ആ മസ്ജിദിൻ്റെ കുറച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ സ്ഥലം വരെ എത്താൻ സാധിക്കും. ഞങ്ങളങ്ങനെ നടന്ന് ഞങ്ങളിവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കുറേ മീനുകളെ കാണാൻ കഴിയുന്നുണ്ടോ?
നല്ല രസമില്ലേ? അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു തണലുള്ള സ്ഥലത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു, അതോടൊപ്പം കുറച്ച് ഫ്രൂട്ട് സലാഡും കഴിച്ച് ഇതാ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലം കേട്ടോ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണം. നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഇത് എൻ്റെ ഉപ്പ അവിടുന്ന് മേലെന്ന് ചാടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഉപ്പ മേലെന്ന് ചാടുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണവും കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇതാ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് മീനുകളൊക്കെ ഞങ്ങൾ പിടിച്ചു. ഗായ്സ്, ഇതാ ഞങ്ങളുടെ വണ്ടി നിർത്തിയ സ്ഥലത്തെത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തതായി പോകുന്ന വാദിയുടെ പേര് വാദി അഹിൻ എന്നാണ് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയും ലൊക്കേഷൻ വിടാട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ വാദി അഹിനിലേക്ക്. പോകുന്ന റോഡ് ഓഫ് റോഡാണ് കേട്ടോ. ഇതാ കണ്ടോ, ഫുൾ ഓഫ് റോഡാണേ. ചെറിയ വണ്ടി പോകും. അപ്പോൾ ഞങ്ങളങ്ങനെ ഓഫ് റോഡ് കൂടെ പോയി എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? നമ്മളെ
പോലെ തന്നെയാണ്. ഫുള്ള് പച്ചപ്പായിട്ട് നല്ല രസമില്ലേ? എല്ലാവരും ഇങ്ങോട്ട് വരണം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഉറപ്പായിട്ടിടും. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. നമുക്കൊന്ന് കയറി നോക്കാം. വാവ് ഫ്രണ്ട്സ്, നല്ല രസമുള്ള കാഴ്ച കേട്ടോ ഇതിന് മേലെന്ന്. വാവ്, നല്ല രസമുണ്ട്. അത് കണ്ടോ സൂര്യൻ, നല്ല രസല്ലേ? അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് വണ്ടിക്ക് കയറാൻ പോകാട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറെ ഒട്ടകത്തെ കാണാൻ പറ്റിട്ടോ. കണ്ടോ? അപ്പോൾ പോകുന്ന വഴിയിൽ ഒട്ടകത്തെ മാത്രമല്ല കുതിരനെയും കൂടി കാണാൻ പറ്റില്ല. കുതിര അപ്പോൾ കണ്ട ഫ്രണ്ട്സ്, ഒരു ചെറിയ ക്യൂട്ട് പൂച്ച ഇത് ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ടാട്ടോ, ഒരു അറബി കുട്ടീൻ്റെ അടുത്ത്. ഇവിടെ നമുക്ക് ടെൻറ്റും ബാർബിക്യും എല്ലാം കൊടുത്തിട്ട് നമുക്ക് ഒരു ദിവസമൊക്കെ നിൽക്കാട്ടോ. ഒരു ദിവസം മാത്രമല്ല, 2-3 ദിവസമൊക്കെ നിൽക്കാട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വരുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത് ആ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകണം കേട്ടോ.
അടുത്തതായി നെസ്റ്റോയിൽ കയറാൻ തീരുമാനിച്ചിട്ടോ. പക്ഷെ നെസ്റ്റോയിൻ്റെ ഉള്ളിലേക്കുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നെസ്റ്റോയിലൊക്കെ പോയി ഞങ്ങൾ ലുലുവിലൊക്കെ പോയി വന്ന് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ നിൽക്കണേ, അത് ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.